പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂരിലേക്കാണ്. ഇന്ന് ഗുരുവായൂരിൽ നമ്മുടെ കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ്. രാത്രിയാണ് പരിപാടിയെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വിസ്മയുടെ കുട്ടികൾ അരങ്ങേറ്റുണ്ട് ഭരതനാട്യത്തിൻ്റെ. അപ്പോൾ അതും കൂടി കാണാനാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയിരിക്കുന്നത്. കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാഷണൽ ഹൈവേ റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റോഡ് കേട്ടോ. തിരൂര് പരപ്പനങ്ങാടി ആ റോഡ് പോകുമ്പോൾ അത്യാവശ്യം കുണ്ടുകുഴിയൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് പിടിച്ചത്. നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. വലിയ ജർക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അനുണ്ട്, അച്ഛനുണ്ട്, കുഞ്ഞുട്ടനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഇടക്കഴിയൂർ എത്തിയപ്പോൾ ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നാഷണൽ ഹൈവേൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വേണ്ട റൂം നോക്കാൻ പോവുകയാണ്. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ഒരു അമൃത ലോഡ്ജ് ഉണ്ട്. അവിടെ റൂം കിട്ടുമോ നോക്കട്ടെ ചെന്നിട്ട്. ഇപ്പം നാലമ്പല യാത്രയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. രാമായണ മാസം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫറൂഖ് കോളേജിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 2 മണിക്കൂറാണ് നമുക്ക് ട്രാവലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അമൃത ലോഡ്ജിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. എനിക്ക് അധികം സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റാത്തതുകൊണ്ട് താഴെ തന്നെ റൂം നോക്കിയതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. കിഴക്കേ നടേൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വരുന്നത്. അവിടെ ദൂരെ നല്ല ക്യൂ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഫുഡിൻ്റെ ഇപ്പോൾ ടൈം 12 മണി ആയിട്ടുണ്ട്. ഫുഡിൻ്റെ ക്യൂ ആയിരിക്കണം എന്തായാലും. എൻ്റെ ഫ്രണ്ട് വിസ്മയും ഈ ലോഡ്ജിൽ തന്നെയാണ് റൂം എടുത്തേക്കുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് അവളെ കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും അവളുടെ മുഖത്ത് ഉണ്ടാവും. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്യാമറയും പിടിച്ച് അവിടെ നിന്നിരുന്നത്. അവളുടെ കുട്ടികളുടെ പരിപാടി ഉച്ചയ്ക്ക് 2:30 ആയതുകൊണ്ട് തന്നെ മുകളിൽ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ അവൾ വേഗം തന്നെ മുകളിലോട്ട് പോയി. ഇനി നമുക്ക് ലൈറ്റായിട്ടൊരു ചായയും എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. ഇതാണ് വേറൊരു സ്റ്റേജ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, അത് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം പുതിയത് വന്നതാണ്. നമ്മളിപ്പോൾ തെക്കേ നടേൻ്റെ അവിടെയാണുള്ളത്. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോവാണ്. നമ്മുടെ കഥകളിയുടെ കോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അകത്തോട്ട് കയറ്റണമെങ്കിൽ പെർമിഷൻ ലെറ്റർ അല്ലെങ്കിൽ എൻട്രി പാസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോവാണ്. വണ്ടി ഉള്ളിൽ കയറേണ്ടയും പുറത്തിറങ്ങേണ്ടയും ടൈം ഇവിടെ നിന്ന് എഴുതി തരും. നമ്മൾ രാത്രിയാണ് പരിപാടി എന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രിയത്തെ ടൈം അവർ അവിടെ നിന്ന് എഴുതി തന്നിട്ടില്ലായിരുന്നു. മാനേജർ ഒപ്പിന് വേണ്ടി ഞാൻ മാനേജർ ഓഫീസിലിരിക്കുന്ന സമയത്താണ് ഈ ഫോട്ടോ കണ്ടത്. ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇതിൽ പകുതി മുണ്ട് കാണുന്നില്ല ആനപ്പാപ്പൻ്റെ. അപ്പോൾ ഞാനത് സൂം ചെയ്ത് നോക്കിയപ്പോൾ അനുവാണ് പറഞ്ഞത് അവർ കാവ്യമുണ്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു തോർത്ത് പോലത്തെ സാധനം എടുത്തേക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അണിയറ നോക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനാട്ടക്കളരിയിലോട്ടാണ് പോയത്. അപ്പോൾ ഈ റൂം തന്നിട്ടുണ്ട് നമുക്ക് അണിയറയായിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി ഒരുക്കണ്ടൊക്കെ. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് പിന്നെ തന്നെയാണ് കൃഷ്ണനാട്ടക്കളരി ഉള്ളത്. താഴെ കുട്ടികൾ പഠിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കൃഷ്ണനാട്ടം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചോറ് കഴിക്കാൻ വന്നു. സാമ്പാറും അവിയലും പാവയ്ക്കക്കറി ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. കുറച്ച് ഞാൻ മേക്കപ്പ് ചെയ്യാൻ സാറെത്തും ഇവരെയൊക്കെ. അപ്പോഴത്തേക്കും വേഗം ചോറെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് തൊഴാൻ പോകാനുള്ളതുകൊണ്ട് അമ്മ മാറ്റിയിട്ട് അമ്മയും കുഞ്ഞുട്ടിനും കൂടി തൊഴാനായിട്ട് പോയി. അവിടെ ക്യൂ നിൽക്കണം. വൈകുന്നേരം നട തുറക്കുള്ളൂ. അപ്പോൾ ഇപ്പോഴേ പോയി വരി നിൽക്കാൻ പോയിട്ടുണ്ട്. 2 മണി ആയിട്ടുണ്ട് ഇപ്പോൾ നേരം. നമ്മുടെ പിള്ളേരെല്ലാവരും കളരിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അവരെ കാണാനായിട്ട്. 2:30 ആകുമ്പോൾ വിസ്മയുടെ കുട്ടികളെ പരിപാടി തുടങ്ങുകയും ചെയ്യും. ഇതളിന് മുഖത്തെടുത്ത് തുടങ്ങാൻ പോവുകയാണ്. ഇതളാണ് കുഷൻ കെട്ടുന്നത്. ലതേച്ചിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. വിവേകേട്ടനാണ് നമ്മളെ കോപ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി. കാരണം വിസ്മയുടെ കുട്ടികളെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ വീണ്ടും അണിയറയിലോട്ട് തന്നെ പോയി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പിള്ളേരെല്ലാവരും എത്തിയോന്ന് അറിയണമായിരുന്നു അണിയറയിൽ. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പം കുറച്ച് പേരും കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷൈ ചേച്ചി ഷിനി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അവർ തിരുവാതിരയ്ക്കാണുള്ളത്. നമ്മളെ യാമിക്കുട്ടി ഒഴുകാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ റൂമിൽ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റൂമിലെത്തി. വന്ന് നോക്കിയപ്പോൾ സ്വത്തൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട്. അനുവിൻ്റെതും ഇപ്പോൾ തന്നെ തുടങ്ങും. കാരണം ഇപ്പോഴേ തുടങ്ങിയാലേ ഒരു കുട്ടിക്ക് 1 മണിക്കൂർ വെച്ച് ഇപ്പോഴേ തുടങ്ങിയാൽ ആ ടൈം ആകുമ്പോഴത്തേക്ക് നല്ല നീറ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അനുവിൻ്റെതും അപ്പുറത്ത് ചേച്ചി തുടങ്ങിയിട്ടുണ്ട്. അണിയറയിൽ എന്തായി നോക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വന്നു. പിന്നെ കുട്ടികൾക്ക് മുഖത്തെഴുത്തൊക്കെ കഴിഞ്ഞാൽ വെള്ളം കുടിക്കണമെങ്കിലൊക്കെ സ്ട്രോ വേണം വിചാരിച്ച് സ്ട്രോ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ യാമിക്കുട്ടീൻ്റെ മുഖത്തെഴുത്ത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ചുട്ടിക്ക് കിടക്കാനുള്ള ഭാഗത്തിന് വെച്ചിട്ടുണ്ട്.
ഇതള് ചുട്ടിക്ക് കിടന്നിട്ടുണ്ട്. അവിടുന്ന് തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും സ്വത്തുവിൻ്റെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. അനുവിൻ്റെത് ഇവിടെ സൈഡിൽ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു അവിടെയൊന്നും ക്യൂ ഇല്ലയെന്ന് തൊഴാനുള്ള, പക്ഷെ അതിൽ നിറച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. അണിയറയിലും ഇവിടെയായിട്ട് ഞാൻ മാറി മാറി കുറച്ചധികം സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയോണ്ട് തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. അമ്മ തൊഴുത് വന്നിട്ടുണ്ട്, അമ്മയും കുഞ്ഞുട്ടനും. അപ്പോൾ ഇവിടത്തേക്ക് ഈ സാർക്കും ടീച്ചർക്കുള്ള ചായയും കനും പിന്നെ അവിടുത്തെ അണിയറയിലേക്കുള്ളത് അവിടുത്തെ ഒരു കുട്ടീൻ്റെ പാരൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ളത് അച്ഛനും കുഞ്ഞുട്ടനും പോയി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അനുവിൻ്റെ ഫേസ് മേക്കപ്പ് ഏകദേശം ആയിട്ടുണ്ട്. അവളുടെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വത്തുവിൻ്റെ ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. രാധി ചേച്ചിക്ക് കുഞ്ഞിനെ ഉറക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേച്ചിയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ മേക്കപ്പ്. അതിൻ്റെ ഇടയിൽ സൂരജ് സാർ വന്നു, എനിക്ക് മധുരമൊക്കെ തന്നിട്ട് പ്രഗ്നൻ്റ് അതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത് കുറേ കാലത്തിന് ശേഷം. അതുകൊണ്ട് മധുരമൊക്കെ തന്നു. സാറ് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അണിയറയിലേക്കൊന്ന് പോയി നോക്കി എന്തായെന്നുള്ളത്. ഇതളുടെ ചുട്ടിയൊക്കെ കുത്തി കഴിഞ്ഞു, യാമീൻ്റെയും ചുട്ടി കുത്തി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി സാരി നൃത്തത്തിനുള്ള എല്ലാവരുടെയും ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ വാർത്ത കൈക്ക് പറ്റിയേ? എന്താ പറ്റിയതാ? എന്താ പറ്റിയതാ? വീട്ടിൽ നിന്ന് വാതിൽ തട്ടിപ്പോയോ? ഡോക്ടർ കാണിച്ചോ? കാർ എവിടുന്ന് മേടിച്ചതാ? പീടിയെന്നോ? കേറ് എൻ്റെ ഉള്ളിൽ കയറിക്കുന്നതാ മതി. അടുത്ത ആള് സന്ധ്യയായപ്പോൾ ദീപാരാധനയാണ് തോന്നുന്നു അവിടെ. എന്താ സന്ധ്യ കഴിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും റൂമിലെത്തിയപ്പോൾ ഇവരുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. മേക്കപ്പ് ആയാലും ഹെയർ സെറ്റ് ചെയ്തതും കോസ്റ്റ്യൂമും എല്ലാം കൂടി ആയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. മാസ് മേക്ക് ഓവറിനാണ് നമ്മൾ മേക്കപ്പ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രജീഷേട്ടനാണ് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ആമീനെ ഒരുക്കാനുണ്ട്, എനിക്ക് ഒരുങ്ങാനുണ്ടായിരുന്നു. ആമീനെ കൃഷ്ണനായിട്ടാണ് ഒരുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിസ്മയുടെ റൂമിലോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമയം ആവാറായിട്ടുണ്ടായിരുന്നു സ്റ്റേജ് കയറാനുള്ളത്. ഞാൻ തിരിച്ച് അണിയറയിലെത്തിയപ്പോഴത്തേക്ക് അവരെ വെച്ച് മുറുക്കുന്നുണ്ടായിരുന്നു തലയിലൊക്കെ. ബാക്കി എല്ലാ മിനുക്ക് വേഷങ്ങളും റെഡിയായി. നമ്മൾ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് കയറി. സമയം 8:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജ് കയറാനുള്ള ടൈം ആയതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലുള്ളൊന്നും ആദ്യം തന്നെ സാരി നൃത്തമാണ് കഴിച്ചത്. ഗൗരി, ലതേച്ചി, പാർവണ ആദ്യവരായിരുന്നു സാരി നൃത്തം ചെയ്യാനുണ്ടായിരുന്നത്. ഇതിൽ ലതേച്ചി ആദ്യമായിട്ടാണ് വേഷം കിട്ടുന്നത്. ബാക്കി എല്ലാവരും ഒരു തവണ അരങ്ങേറ്റം കഴിഞ്ഞവരായിരുന്നു. എല്ലാവർക്കും ഗുരുവായൂരിൽ പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂരിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അടുത്ത സ്വത്തുവിൻ്റെ ഒരു ഗണപതി സ്തുതിയാണ് ഭരതനാട്യം. ആദിലക്ഷ്മി എന്നാട്ട പേര് ഞങ്ങൾ സ്വത്തു എന്ന് വിളിക്കുന്നുള്ളൂ. ആളുടെ അരങ്ങേറ്റമായിരുന്നു. അടുത്തത് ഇതളുടെയും യാമീൻ്റെയും ഗൗരിൻ്റെയും ലവണോത്സവമായിരുന്നു. ഇവരുടെ അരങ്ങേറ്റ സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ കഥകളി വേഷം അവതരിപ്പിച്ചെന്നുള്ളതിൽ ഇവർക്ക് 2 പേർക്കും ഇതളുടെയും യാമിക്കും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അനുവിൻ്റെയും രാധി ചേച്ചിൻ്റെയും കുച്ചുപ്പിടിയായിരുന്നു അടുത്തതായിട്ട്. ആമിയായിരുന്നു അതിൽ കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഷൈജേച്ചിയും ഷിനിച്ചേച്ചിയും ബിന്ദേച്ചിയൊക്കെ അടങ്ങുന്ന ഒരു ടീമിൻ്റെ തന്നെ നല്ല അടിപൊളി തിരുവാതിര ഉണ്ടായിരുന്നു ലാസ്റ്റായിട്ട്. അതോടുകൂടി നമ്മുടെ സ്റ്റേജിലെ പ്രോഗ്രാംസ് ഒക്കെ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ വിസ്മയനോടൊക്കെ ബായ് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് അണിയറയിലൊക്കെ ഒന്ന് പോയി നോക്കി എല്ലാം ഡീൽ ചെയ്തിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ്. കാറ് റെൻറ്റിനെടുത്ത് തിരിച്ചു കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. 1:30 നമുക്ക് ഫറൂഖ് കോളേജ് എത്തണമായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അമ്മയ്ക്ക് ഛർദി ചെയ്യുന്നതുകൊണ്ട് അമ്മ വന്നിട്ടില്ലായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലോട്ട് പോവുകയാണ്. കുറേ നേരം നിന്നേൻ്റെയും നടന്നതിൻ്റെയൊക്കെ വേദന എനിക്കുണ്ടായിരുന്നു. പക്ഷേ പ്രോഗ്രാമൊക്കെ അടിപൊളി ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തിലാണ് ഞാൻ വീട്ടിലോട്ട് പോയത്. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വണ്ടി അച്ഛനെ ഇപ്പോൾ കൊണ്ടുകൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.